തുറവൂർ പുത്തൻചന്തയിൽ അടിപ്പാതയ്ക്കുള്ള സമരം ഘടിപ്പിച്ച് നാട്ടുകാർ. ദേശീയപാതയുടെ സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. പുത്തൻചന്ത ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് അടിപ്പാത നിർമ്മാണത്തിനായുള്ള സമരം നടക്കുന്നത്. അടിപ്പാത നിർമ്മാണം ആരംഭിക്കാത്ത പക്ഷം ഈ മേഖലയിലുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി. സമരത്തിന് തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധർമിണി ബാബുരാജ് അടക്കമുള്ളവരാണ് നേതൃത്വം നൽകുന്നത്. 2 വർഷമായിട്ട് ഇതിനുവേണ്ടി ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരെല്ലാവരും അശ്രാന്ത പരിശ്രമം നടത്തുന്നതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ് നമുക്കൊരു അടിപ്പാത വേണമെന്നുള്ളത്. കാരണം ഒട്ടനവധി സ്ഥാപനങ്ങളാണ് നമുക്ക് അപ്പുറമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എല്ലാ ആളുകൾക്ക് വരികയും പോവുകയും ചെയ്യുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ അടിപ്പാത അത്യാവശ്യമാണ്. അതിന് ഏതറ്റം വരെയും പോകാൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇവരുടെ ഒപ്പം ഞങ്ങളുണ്ടാകുമെന്ന് മാത്രം. പുത്തൻചന്തയിലെ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് 1.5 വർഷമായി പുത്തൻചന്ത ജനകീയ സമിതി തുടങ്ങുന്ന സമരത്തിൻ്റെ ഭാഗമാണ് ഈ തടസ്സപ്പെടുത്തൽ. ഞങ്ങൾ 5 ഘട്ടമായിട്ടുള്ള സമരപരിപാടി കഴിഞ്ഞ് ഈ ഹൈവേയുടെ 2 സൈഡും വാർക്കലൊക്കെ തടസ്സപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ അണ്ടർപാസ് എന്ന് പണിയുന്നു അന്ന് വരെ ഈ സമരം ഉണ്ടാകും. ഞങ്ങൾ ഇന്നിപ്പോൾ അവർ ഈ സ്ലോപ്പ് പൊളിക്കാൻ വേണ്ടി മിഷനറി ആയിട്ട് വന്നിരിക്കുക ഇവിടെ. അതുകൊണ്ട് തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പരിസരത്തുള്ള വാസികൾ മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അടിപ്പാത എന്ന് പണി വരുന്നു അന്ന് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇവരെ ഒരു പണി ഞങ്ങൾ ചെയ്യിപ്പിക്കല്ലേ. ജനകീയ സമരസമിതി നേതാക്കളായ മുരളി, റെജിമോൻ, സുധീഷ്, രാജീവ്, സതീശൻ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും സമരം തുടരാനാണ് സമിതിയുടെ തീരുമാനം.